ഞായറാഴ്ചയായിട്ട് നമ്മൾ വീട്ടിലേക്കൊന്ന് പോവാണ്. അതായത് ഇപ്പോൾ 6 മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്, ഞാനും ചേട്ടനും പിള്ളേരും ഒക്കെ. കാരണം നമുക്ക് വീട് പണിയാണ് ഇവിടെ. അമ്മ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് വീട് പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടനാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് അതൊക്കെ ചെയ്ത് ഏകദേശം വീടിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, അതായത് വാടക വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ നേരത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടാൽ അറിയായിരിക്കും, അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു ലൈഫാണ്, അതായത് മോള് വന്നതിന് ശേഷം പിന്നെ മോനെ അംഗൻവാടിയിലാക്കുന്നു. അപ്പോൾ പുതിയൊരു ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ചിങ്ങ 1-ാം തീയതി നമ്മൾ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വീടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം കയറാൻ. താമസമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പൂപ്പലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോകാം. തൊട്ടടുത്ത് തന്നെ ചേട്ടൻ്റെ വീട്. അപ്പോൾ അച്ഛനെയും അനിയനെയും നമ്മൾ ഓൾറെഡി റോഡിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലാണ്, അവിടുന്ന് ഒരു തോടിറങ്ങി അക്കരയായിട്ടാണ് ചേട്ടൻ്റെ വീട്. നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ വിളിച്ച് പറയാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മ അനിയത്തി ഉണ്ട് വീട്ടിൽ. ഞാൻ അവരുടെ എക്സ്പ്രഷനും കൂടെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ മോൾ എൻ്റെ കയ്യിലായിരുന്നു, അവളെ വെച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പട്ടി ഭയങ്കര കുര. അത് കേട്ട് അവളൊന്ന് പെട്ടെന്ന് ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തു. അത് നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. മോനെ അവിടെ ആക്കിയിട്ട് മോളെ ആയിട്ട് കയറി വന്നു. അപ്പോൾ അവളെ അവിടെ ഉറക്കിയിട്ട് ഞാനും ചേട്ടനും കൂടെ വീട് ക്ലീനിങ് ആണ്. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ആയി. അന്നേരമാണ് നല്ല തകർപ്പൻ മഴ. അതുവരെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലായിട്ട് ഞാൻ കുറേ പാത്രങ്ങൾ ഒന്ന് കഴുകുകയാണ്. അതായത് നമ്മൾ ഓരോന്നൊക്കെ ഇട്ട് വെച്ചിരുന്ന ടിന്നുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിന് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്നോർത്ത് അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ്. അതുകൊണ്ട് ഒത്തിരി നമുക്ക് നഷ്ടമൊന്നും വന്നില്ല. ബാക്കിയുള്ള പാത്രങ്ങളും ആ ടിന്നുകളെല്ലാം കഴുകി ഉണങ്ങാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേനും അതെല്ലാം ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ചേട്ടൻ ചെയ്തോളും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.